أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ബഹുമാനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്തെ, സമസ്തയുടെ രംഗത്തെ സഹപ്രവർത്തകരെ, ബഹുമാനമുള്ള ദീനി ഉലൂമിന്റെ മധുരം അനുഭവിക്കുന്ന ബഹുമാനപ്പെട്ട ജാമിഅയിലെയും മറ്റുമുള്ള വിദ്യാർത്ഥികളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഗുണകാംക്ഷികളെ, ശ്രോതാക്കളെ, അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു മുത്തഖീങ്ങളിൽ സാലിഹീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. ഈ ജാമിഅയുടെ പടവുകൾ വളർന്നു വലുതായതിന്റെ പിന്നിൽ തന്റെ കർമ്മരഥ്യ കൊണ്ട് വലിയ ഒരു ഭാഗതയം നിർവഹിച്ചിട്ടുള്ള മരണപ്പെട്ടുപോയ സമസ്തയുടെ സമുന്നതനായ പ്രസിഡന്റ് കൂടിയായിരുന്നു വന്യരായ ഉസ്താദ് കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു അവർക്ക് പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ഈ കാലഘട്ടത്തിന്റെ പ്രധാന വക്താക്കളിൽ സമുന്നതനായ വന്യരായ ഉസ്താദ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു സമ്പൂർണ്ണ ശിഫ നൽകി ആർജവത്തോടുകൂടെ ഏതൊരെതിരാളിയുടെ മുന്നിലും പതറാതെ മുന്നോട്ട് നീങ്ങാൻ, സമുദായത്തിന്റെ നേതൃത്വം വീണ്ടും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ, നമുക്കൊക്കെ ഇമാമായി നിലകൊള്ളാൻ അല്ലാഹു അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും കഴിവ് നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു പ്രയാസപ്പെടുന്ന ഒരുപാട് ഉസ്താദുമാർ, സദാത്യങ്ങൾ, പ്രവർത്തകന്മാർ, പല ജാതി ഷർറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാദ്ദിയും മാനവിയും ജിസ്മാനിയും റൂഹാനിയും ശൈത്താനിയും ഒക്കെയായ ഒരുപാട് ഷർറുകൾ ശത്രുക്കളിൽ നിന്ന് ഏറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ ഹിഫ്ളും മോചനവും, അല്ലാഹുവിന്റെ ഹഫളത്തിന്റെ പ്രത്യേക കാവലും, മലായികത്ത് റഹ്മത്തിന്റെ
നാളെ പ്രധാനമായ ചർച്ച അതായിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷെ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, വെല്ലുവിളികൾ മുസ്ലിം സമുദായത്തിന് ആദ്യത്തെ സംഭവമല്ല എന്നതാണ്. വെല്ലുവിളികളിൽ പതറുക എന്നത് പലപ്പോഴും ആദ്യത്തെ സംഭവമാകാം. വെല്ലുവിളികൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ സംഭവമായ സംഗതിയല്ല. വെല്ലുവിളികളിലൂടെ അല്ലാതെ മുസ്ലിം സമുദായം കടന്നു വന്നിട്ടേയില്ല, ഒരു കാലഘട്ടത്തിലും ഇല്ല. സമുദായത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും എന്നും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കവേ തന്നെ നുബുവത്ത് വാദിച്ചുകൊണ്ട് കള്ളൻ രംഗത്ത് വന്നു, മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹി. അതേ സമയത്ത് ബൈസന്റൈൻ ചക്രവർത്തിമാർ ഒരു ഭാഗത്ത്, റോമൻ സൈന്യം മറ്റൊരു ഭാഗത്ത്, ലോകത്തിന്റെ രാജ്യഭാഗത്തും ഇസ്ലാമിക സമൂഹത്തോട്, ഇസ്ലാമിക സമൂഹത്തിന്റെ സുശക്തമായ പടയണയിൽ അവർ പകച്ചു നിന്നുവെങ്കിലും അവസരം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ ഒന്നുമല്ലാതാക്കാനുള്ള സുസജ്ജത നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ നടുവിലാണ് മുത്തുനബി വഫാത്തായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൊത്തം ശത്രുക്കളെയും വെല്ലുവിളികളെയും ഇല്ലാതെയാക്കി പുണ്യ റസൂൽ പോയിട്ടില്ല. അങ്ങനെ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുകയും ഇല്ല എന്ന് ആമുഖമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നാൽ, വെല്ലുവിളികളിൽ ഞെട്ടിച്ചാടുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ഒരു പ്രൊപ്പഗണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ ഞെട്ടിച്ചാടുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാലോചിതമായി അവസരോചിതമായ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഇസ്ലാമിക സമൂഹം അതിന്റെ സുസജ്ജമായ സമരരഥ്യക്ക് എന്നും തയ്യാറായിട്ടുണ്ട്. അവിടെ മുസ്ലിം സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ശത്രുവിന്റെ വീര്യം ഇല്ലാതെയായി, പുതിയ ശത്രു രംഗത്ത് വന്നുവെങ്കിൽ പോലും. രണ്ട്, അതിനനുസരിച്ച് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പ്രോസസിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു രീതിയാണ് മുസ്ലിം സമുദായം ഇന്നുവരെ ഉണ്ടായത്. ഒരു വെള്ളരിക്ക പട്ടണം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെച്ച് മുത്തുനബി വഫാത്തായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ അകത്തും പുറത്തും ശത്രുക്കളെ നേരിട്ടുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ ആദ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനപ്പുറം ഒരു വെല്ലുവിളിയൊന്നും ഇന്നുമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ എന്താ വേണ്ടത്? വെല്ലുവിളികളെ നിസ്സാരപ്പെടുത്തി നോക്കി നിൽക്കേണ്ടതില്ല. വെല്ലുവിളികളിൽ പൗരാണിക സമൂഹം എന്താണോ മാർഗം അവലംബിച്ചത്, ആ മാർഗത്തെ അവലംബിച്ചാൽ വീണ്ടും വിജയത്തെ ആസ്വദിക്കാൻ കഴിയുകയും മുസ്ലിം സമുദായം രക്ഷപ്പെടുകയും ചെയ്യും എന്നതും ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, പത്രങ്ങളാണ് ഈ വിഷയത്തിൽ വളരെ വലിയ അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ പത്രങ്ങൾ മുഴുവനും റോയിട്ടറുടെയും PTയുടെയും പെന്റഗന്റെയും കയ്യിൽ അധിഷ്ഠിതമാണ്. ഈ മൂന്ന് മാധ്യമ ബേസ്മെന്റും നിയന്ത്രിക്കുന്നത് ജൂസാണ്, ജൂതന്മാർ. എന്താണ് ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, നശീകരണ പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ ചെയ്യുക. രണ്ട്, അതിനെ വർദ്ധിച്ച നിലയിൽ പുറത്തുവിടുക. ഇതിൽ രണ്ട് കാര്യം അവർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഒന്ന്, സമുദായത്തെ നിഗ്രഹിക്കുക. രണ്ട്, ശേഷിക്കുന്നവരെ വീര്യം കെടുത്തുക. പരിശുദ്ധ ഖുർആൻ ശരീഫ് വ്യക്തമായി പറഞ്ഞ ഒരാശയം സ്വാഭാവികമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്ത പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞു തുടങ്ങിയ മാധ്യമം പോലും ദിവസേന മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് പുറത്തിറങ്ങുന്നത് എന്നത് മാധ്യമങ്ങൾ ഒരു നിലക്ക് അറിഞ്ഞോ അറിയാതെയോ ലോകത്തെ
ജൂദായിസത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഒന്നാമതായി നിയന്ത്രിക്കാൻ മുസ്ലിം സ്കോളേഴ്സ് തയ്യാറാവുക എന്നതാണ് കാലഘട്ടത്തിലെ ഏറ്റവും മർമ്മപ്പെട്ട കാര്യം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞത് പറയുക എന്നതല്ല എന്റെ ഉത്തരവാദിത്വം. എന്റെ കാഴ്ചപ്പാട് പറയുക എന്നത്. ഇത് ഞാൻ വ്യക്തമായി പറയുന്നത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. മ്യാൻമറിലെ ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്ത ബുദ്ധഭിക്ഷുക്കൾ അതേ സമയത്തിൽ ഒരു തരിമ്പ് പോലും അത് കുറയാതെ അവർ തന്നെ അത് സോഷ്യൽ മീഡിയയുടെ കവറേജിന് രംഗത്ത് കൊണ്ടുവന്നത് എന്നത് അതിന്റെ പിന്നിൽ ജൂതന്മാരുടെ അതിശക്തമായ പ്രേരണയുണ്ട് എന്ന് നാം ഒന്നാമതായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കറിയാമോ എന്താണ് മഹാനായ വല്ലാത്തൊരു യുദ്ധതന്ത്രത്തിനായി എന്താ ഖാലിദ് ചെയ്തത്? ഇതൊരു കായിക വെല്ലുവിളിയല്ല, പക്ഷെ ഇതിലെ പാഠങ്ങളും നിലവിലുള്ള പാഠങ്ങളെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. നിലവിലുള്ള വെല്ലുവിളികളുടെ പരിഹാരം പഴയകാല പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ ഇതൊരു വല്ലാത്ത ആയത്താണ്. സിറാത്തുൽ ലദീന ഇതിനപ്പുറം ഒന്നുമില്ല. ഇത് ഉമ്മുൽ ഖുർആനാണ്. ഇതിനപ്പുറം ഒന്നുമില്ല. എവിടെ ചർച്ചകളും ഉപന്യാസങ്ങളും ചിന്തകളും നടന്നാലും അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ ഒതുങ്ങണം. അല്ലെങ്കിൽ അത് പിഴച്ചതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത് സുന്നി ഓർക്കാമീൻ പറയണം. നിങ്ങൾ ആ സാമ്പ്രദായിക ആമീനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഓർക്ക തന്നെ നല്ല ഉഷാറിലിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുട്ടിയാൽ മാത്രമേ കറക്കുള്ളൂ, ഇല്ലെങ്കിൽ കറക്കൂല. അങ്ങനെയുണ്ട്. 10 മണി ഏകദേശം കഴിഞ്ഞു. അപ്പൊ പിന്നെ മുട്ടിയാൽ മാത്രമേ സത്യത്തിൽ പാലിന് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ കൈ വെക്കുമ്പോഴത്തേന് പാല് തരാൻ ഉദ്ദേശിക്കുന്നില്ല. മുട്ടിയാൽ മാത്രമേ പാല് ചുരത്താൻ ഇപ്പോൾ ആട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് സാന്ദർഭികമായി അറിയും. മുട്ടിയാൽ മാത്രം ഞാൻ ചുരക്കും, ഇല്ലെങ്കിൽ ഉണ്ടാകില്ല. നമ്മൾ ഈ ആവർത്തനങ്ങൾ ഇങ്ങനെ കുറെ ലോകത്ത് നടക്കുന്ന ആവർത്തനങ്ങളെ നമ്മൾ ആവർത്തിക്കുന്നത് നമ്മൾ സുന്നികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള പലർക്കും പ്രഭാഷണം അലങ്കാരമാണ്. ഇവിടെ വരുന്നവർക്ക് അടക്കം അവിടെ പലരും വരാം. ഇത് ജാമ്യയാണ്. എന്നാൽ നമ്മൾ സുന്നികളാണ്. നമ്മൾ ഈ ലോകത്തിന് ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്. നമ്മുടെയാണ് ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ജൂതന്മാരുടെ ലക്ഷ്യം നാം ചിന്തിക്കണം. ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ അവർ വിജയിച്ചുകൊണ്ടിരിക്കണം. ഖാലിദിനെ പറ്റി ഞാൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹു. ഖാലിദ് എന്താ ചെയ്തത്? ഒന്നാമത്തെ 3 പടനായകന്മാരും മരണപ്പെട്ടെടുത്താണ് 4ാമത്തെ പടനായകനെ അവർ തെരഞ്ഞെടുക്കുന്നത് സയ്യിദുന ഖാലിദ്. ഖാലിദ് എന്താ ചെയ്തത്? ഖാലിദ് ബാക്കിലുള്ള പടയാളികളെ മുന്നിലാക്കി, മുന്നിലെ പടയാളികളെ ബാക്കിലേക്ക് മാറ്റി. ഖാലിദിന്റെ കൂടെയുള്ളത് 4000 പട്ടാളക്കാർ, മുന്നിലുള്ളത് 2 ലക്ഷം ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ പട്ടാളം. 2 ലക്ഷം, 2 lakhs. ഖാലിദിന് എതിരിടാനുള്ളത് കയ്യിലുള്ളത് 4000 പട്ടാളം. എന്താ ഖാലിദ് ചെയ്തത്? റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തിൽ യുദ്ധമില്ലാതെയാണ് ഖാലിദിന് സൈഫുള്ള എന്ന പേര് കിട്ടിയത്. യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം നടത്തിയവരെ അല്ലാഹു സൈഫ് എന്ന് പറയാതെ യുദ്ധം നടത്താത്തവനെ അല്ലാഹു സൈഫുള്ള എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സൈഫ് എന്നാൽ കേവലം ഈ സൈഫ് അല്ല, ഉള്ളിലെ സൈഫാണ് യഥാർത്ഥ സൈഫ്. വളരെ നിങ്ങൾ ചിന്തിക്കും. ഖാലിദ് മുന്നിലെ പടയെ ബാക്കിലേക്ക് മാറ്റി, ബാക്കിലെ പട്ടാളത്തെ മുന്നിൽ നിർത്തി. മുന്നിലുള്ള ബൈസന്റൈൻ പട്ടാളം നോക്കുമ്പോൾ പുതിയ ആളുകൾ രംഗത്ത്. മുന്നിലെ പട്ടാളം നേരെ ബാക്കിലേക്ക് പോയി. ബാക്കിലേക്ക് പോയ ബാക്കിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് ഖാലിദ് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ കൊണ്ടും മണ്ണിൽ ചവിട്ടിക്കുക, നിങ്ങളും ചവിട്ടുക. മണ്ണിൽ പടപട 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 എന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, പൊടിപടലം ഉയർത്തുക.
നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നിലെ പട്ടാളം ഇങ്ങനെ നിലകൊള്ളുകയും ചെയ്തു. ബാക്കിലെ പട്ടാളമാകട്ടെ കാലിട്ടടിച്ചും ഒട്ടകത്തിന്റെ കാലുകൊണ്ട് അടിപ്പിച്ചും താഴെ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് ശബ്ദമുണ്ടാക്കി പൊടിപടലം ഉയർന്നു. അതോടുകൂടെ ബൈസന്റൈൻ പട്ടാളത്തിന്റെ വീര്യം ചോർന്നു. അവർ ഇങ്ങനെ മനസ്സിലാക്കി, പട്ടാളം പുതിയതായി മുസ്ലിമീങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇടപെട്ടാൽ നമുക്ക് പരാജയം സംഭവിക്കും. ഇതിനിടയിൽ ഖാലിദ് പടയെ പിൻവലിച്ച് മദീനയിലേക്ക് തിരിച്ചു പോകും. മുസ്ലിമീങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ ബൈസന്റൈൻ പട്ടാളത്തിന് കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനം വീര്യമാണ്. സിറാത്തുല്ലദീന, വളരെ ചിന്തിക്കണം. മഹാനായ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് 4 മണിക്കൂർ ആ നീളം കുപ്പായ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കോഴിക്കോട്ടെ കടപ്പുറത്ത് പ്രസംഗിച്ചത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മുഴുവനും മറ്റുള്ളവർക്ക് നിർവീര്യതയും മുസ്ലിം ഉമ്മത്തിന് വീര്യവും ഉണ്ടാക്കിയത് ആ മനുഷ്യൻ. അതാണ് പ്രഭാഷകരുടെ ചക്രവർത്തിയായി ഇപ്പോഴും ആ മനുഷ്യൻ നിലനിൽക്കുന്നത്. അതുപോലത്തെ ഒരു പ്രഭാഷണം പിന്നെയില്ല. അത്രയും വലിയ ആളായിരുന്നു അദ്ദേഹം. അള്ളാഹു അവിടത്തേക്ക് ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. മനസ്സ് തുറന്നാമയും പറയും, അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ആരും പാടുന്ന പാട്ട് പാടരുത്. ഇവിടെ പഴയതിനപ്പുറമൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ പ്രശ്നം ഇല്ല എന്നല്ല, പ്രശ്നം നൈരന്തര്യമായി വന്നുകൊണ്ടേയിരിക്കും. അതിന് അതാത് കാലഘട്ടത്തിൽ ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദുൻ വനിയ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ജിഹാദുൻ വനിയ, നിശ്ചയദാർഢ്യത്തിന്റെ സമരം, സമരത്തിന്റെ കർമ്മരക്ഷ എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലഘട്ടത്തിലും ലോകത്ത് വന്നിട്ടുണ്ട്. ഇനി നിലവിലുള്ള ഇഷ്യൂസിനെ പറ്റി നമ്മൾ പറയാം. നിലവിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കാര്യങ്ങളെ എതിരിടുക എന്നത് വളരെ ശരിയാണ്. അത് വളരെ അത്യാവശ്യമായ സംഗതിയുമാണ്. പക്ഷെ അതേ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകളെ അമർച്ച ചെയ്യുക എന്നതും ബാധ്യതയാണ്. പ്രശ്നങ്ങൾ ഒരു വിഭാഗം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായി എതിരിടുക എന്ന് പറയുന്നത് കുട്ടി മുറിയിൽ മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കുക, ഉമ്മ അത് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുക എന്നതുപോലെ വിഡ്ഢിത്തരമാണ്. ആദ്യം ചെയ്യേണ്ടത് കുട്ടി മൂത്രം ഒഴിക്കുന്ന പണി നിർത്തുക. ഇത് മുറിയാണ്, ഇതിൽ മൂത്രം ഒഴിക്കരുത് എന്ന് കുട്ടിയെ പഠിപ്പിക്കുക. എന്നാ പിന്നെ ഉമ്മാക്ക് ഒരു വൃത്തിയാക്കുന്നതിന് പരിധി ഉണ്ടാവും. ലോകത്തെ ഇന്നത്തെ മുഴുവനും പ്രശ്നങ്ങളുടെ അടിസ്ഥാനം വഹാബിസമാണ്. ഈ വഹാബിസം, സലഫിസം, ഇതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം കണ്ടെത്താത്ത കാലത്തോളം ഈ അടിസ്ഥാനത്തെ മുസ്ലിം സ്കോളേഴ്സ് ഗൗരവമായി ചർച്ച ചെയ്ത് നിലക്ക് നിർത്തേണ്ടതിനെ നിലക്ക് നിർത്താത്ത കാലത്തോളം ഈ ഞെട്ടിച്ചാടൽ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് അവസാനിക്കുകയില്ല എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ വേദനയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, AD 1453 മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിയുടെയും ഖിലാഫത്തിന്റെയും ശേഷം ഏറ്റവും സുവർണ വർഷം. AD 1453. എന്താ AD 1453 നടന്നത്? പുണ്യ റസൂൽ മുസ്തഫ, ഉറക്കെ പറ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കും, നിങ്ങൾ എഴുതി വെക്കി, നിങ്ങൾ പഠിക്കി, ചരിത്രം പഠിക്കി. നിലവിലുള്ള 4 കാര്യത്തെ കണ്ടിട്ട് മാത്രം സംസാരിച്ചാൽ മതിയാവൂല, കാര്യത്തെ മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വഫാത്തിന്റെ ശേഷം ഖിലാഫത്തുർ റാഷിദയുടെ തിരോധാനത്തിന് ശേഷം ലോകത്ത് മുസ്ലിം സമുദായത്തിന് ഏറ്റവും സന്തോഷകരമായ വർഷം ചരിത്രത്തിൽ AD 1453. എന്താണ് അന്ന് നടന്നത്? അന്ന് നടന്നത് തുർക്കികൾ ഓർത്തഡോക്സുകളെ ഓടിച്ചു. അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. എഴുതി വെക്കണം. പിന്നെന്താ ഉണ്ടായത്? മുസ്ലിം ലോകം അങ്ങോട്ട് വളർന്നു. ആഫ്രിക്കൻ വനാന്തരങ്ങൾ അങ്ങോട്ട് നീണ്ടു. ഗ്രാനഡ, പോളണ്ട് അങ്ങോട്ട് നീണ്ടു. ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി വലിയ ശക്തിയായി മുസ്ലിമീങ്ങൾ മാറി. AD 1453 കൂടെ
അതിന് നേതൃത്വം നൽകിയ മഹ്മൂദ്, സുൽത്താൻ മഹ്മൂദിന്റെ നേതൃത്വത്തിൽ പിന്നെ സുൽത്താൻ സുലൈമാൻ വന്നു. അവരാണ് തുർക്കി ഖലീഫമാർ. ഇവരുടെ കാലഘട്ടമാണ് മുസ്ലിം സമുദായത്തിന് ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. അന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയുന്ന ഒരു ശക്തി ലോകത്തുണ്ടായിരുന്നില്ല, ലോകത്ത് ഇല്ല. AD 15-ാം നൂറ്റാണ്ട് മുതൽ AD 20-ാം നൂറ്റാണ്ട് വരെ അങ്ങോട്ട് വളർന്നു. ഗ്രാനഡയും ഹംഗറിയും പോളണ്ടും യൂറോപ്പ് മുഴുവൻ, ഒരു വേള ഇവിടെ ഗുജറാത്ത് വരെ അവർ വന്നു. ഒരു ഭാഗത്ത് അലക്സാണ്ട്രിയ, ഒരു ഭാഗത്ത് മൊറോക്കോ. ഇങ്ങനെ വന്നും കിഴക്കും പടിഞ്ഞാറും മുഴുവനും അല്ലാഹുവിന്റെ വെളിച്ചം അല്ലാഹു വെളിവാക്കി. യാ സുബ്ഹാന ജല്ല വഅല. ചരിത്ര വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കണം. ഇന്നത്തെ ഇഷ്യൂസ് മാത്രം കണ്ടാൽ മതിയാവുകയില്ല. പ്രശ്നങ്ങളെ ഗൗരവമായി മുസ്ലിം സ്കോളേഴ്സ് പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് സുന്നി പ്രഭാഷകരും പണ്ഡിതരുമെങ്കിലും പഠിക്കണം. ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. ഇത് വെറുതെ ഒരു പ്രഭാഷണം പറയുകയല്ല, എനിക്ക് അല്ലാഹു നൽകിയ ഒരു തൗഫീഖ് കൊണ്ട് പറയുകയാണ്. ലോക ചരിത്രത്തിലെ അതുല്യ ശക്തിയായി AD 15-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകം വളർന്നു. ഒരു വിരലനക്കാൻ ലോകത്ത് മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു വിരലനക്കാൻ ഒരു ശക്തിക്ക് കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കറിയോ? അതാണ് സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിക്ക്. ഇതിൽ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും എല്ലാം അവർക്ക് വല്ലാത്ത കണ്ണുകടിയായി. അവർ മുസ്ലിം ലോകത്ത് നിന്ന് ഇതിനെതിരെ തുരപ്പം പണിയെടുക്കാൻ ചിലരെ വാടകക്കെടുത്തു. അവരാണ് വഹാബികൾ. ഈ മുസ്ലിം ലോകത്തിന്റെ വികാസം അവസാനിക്കുന്നത് AD 1914-ലാണ്. അതാണ് ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം മുസ്ലിം ലോകത്തെ തകർക്കാൻ ഉണ്ടാക്കിയതാണ്. അതിൽ 5 ശക്തികളോട് കൂടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം അടർന്ന് സഹകരിച്ചു. 5 ശക്തികളാണ് കാര്യമായി ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ. ചരിത്രം പഠിക്കുക. മുസ്ലിം ലോകം തകർന്നു. എന്തിനാ മുസ്ലിം ലോകം തകർത്തത്? ചോദിക്കാനും പറയാനുമേ സമുദായത്തിൽ ആളില്ലാതെയാവുക. ഒന്നാം ലോക മഹായുദ്ധം AD 1914. AD 1453 മുതൽ തുർക്കി ഖിലാഫത്തിന്റെ ഉസ്മാനിയ തുർക്കികൾ കഅബാലയത്തിന്റെ താക്കോൽ കൈവശം വെക്കാൻ മാത്രം അവർ ആൺകുട്ടികളായിരുന്നു. കാനഡയും പോളണ്ടും ഹംഗറിയും ലോകത്തിന്റെ നാനാഭാഗത്തും അവരുടെ നേർക്കൊരു ചെറുവിരലനക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് കഴിയുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത്? അമേരിക്കയും ബ്രിട്ടനും റഷ്യയും എല്ലാം ഒന്ന് ചേർന്ന് നടത്തിയ ഒരു വളരെ അതിഗൗരവമായ ഗൂഢാലോചന രഹസ്യമാണ് സത്യത്തിൽ വഹാബിസം. വഹാബിസം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളോട് കൂടെ ചേർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വഹാബികളെ കൂട്ടിയില്ല. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ വഹാബികൾ കൂടേണ്ട ആവശ്യം വന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ തുർക്കി ഖിലാഫത്ത് തുണ്ടം 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 തുണ്ടമായി നശിച്ച് തകർന്ന് തരിപ്പണായി. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ തുർക്കി ഖിലാഫത്ത് നശിച്ചു. ആഫ്രിക്കയും യൂറോപ്പും എല്ലാം അമേരിക്കയും ബ്രിട്ടനും സ്വതന്ത്ര രാഷ്ട്രങ്ങളാക്കുകയും ആശ്രിത രാഷ്ട്രങ്ങളാക്കുകയും ചെയ്തു. ഹിജാസിലെ കുറച്ച് ഏരിയ വഹാബികൾക്ക് വിട്ടുകൊടുത്തു. അന്ന് തുടങ്ങിയതാണ് വഹാബി ഭരണം. ഈ വഹാബി ഭരണത്തിന് ലോകത്ത് ഒരു ഇടപെടലിന് കഴിയൂല. കാരണം അവരെ അവിടെ കുടിയിരുത്തിയത് അമേരിക്കയും ബ്രിട്ടനും റഷ്യയുമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല.
ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യത്തിൽ മുസ്ലിമീങ്ങളെ ചതിച്ചത് വഹാബികളാണ്, ചതിയാണ്. അല്ല എന്ന് പറയാൻ മാത്രം ആണുങ്ങൾ, ഉമ്മ പെറ്റ ആണുങ്ങൾ, ചരിത്രം പഠിച്ച ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നല്ല എന്നും റഹ്മത്തുള്ളാഹിനോട് ചോദിക്കാം. ഇന്നാക്കണ്ട. നമ്മള് ഇരുമ്പോലൊക്കെ മിണങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് എന്തിവിടെ നടന്നത് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ നിലവിലുള്ള സ്റ്റാറ്റസ് കോ പരിശോധിക്കണം, ബേസ്മെന്റ് പരിശോധിക്കണം, ആർക്കാണ് തെറ്റ് പറ്റിയതെന്ന് സമ്മതിക്കണം. എന്നിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹകരിക്കണ്ടെന്ന് ഈ വാക്കിന് ഒരർത്ഥമില്ല. ഒരു കൂട്ടക്കാർ വികൃതി കാട്ടാനായിട്ട് നടക്കുക, എന്നിട്ട് എല്ലാവരും കൂടെ സഹകരിച്ച് പ്രശ്നം പരിഹരിക്കുക. അത് നടക്കുന്ന കാര്യമല്ല. ഒരു കൂട്ടക്കാർക്ക് പണി വികൃതി ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് സഹകരിക്കുക. അതെന്ത് വർത്താനാന്ന് വെച്ചമാര്? എന്താ ഇതിനർത്ഥം? മുസ്ലിം ലോകം ഇങ്ങനെ നശിക്കാനുള്ള കാരണം വഹാബികളാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. എനിക്ക് മുമ്പ് പ്രസംഗിച്ചത് ഇന്ത്യൻ പാർലമെന്റ് മെമ്പറാണ്, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ്. ഞാൻ എല്ലാവരോടും കൂടി അത് പറയുന്നത്. ഇതിലൊക്കെ അഭിപ്രായമൊക്കെ ഇടുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാം, എന്നോട് നേരിട്ട് വിളിച്ച് ഒക്കെ ചെയ്യാം. പക്ഷെ ഉള്ളത് തന്നെയാണ് സംഗതി. എന്തായാലും ഇത് കുറച്ചും കൂടി നേരത്തെ ആവേണ്ടിയെന്നൊന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സമയം 10:30 ആകാനായി എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലേ? പറയും മനുഷ്യന്മാരെ. മതവിധു ആഘോഷിക്കുന്ന പുതിയണ്ണിനും പുതിയാപ്പിളക്കും സുബഹിന്റെ ബാങ്ക് കൊടുക്കാനായി എന്നുള്ളത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സുബഹിന്റെ ബാങ്ക് കൊടുക്കാൻ ആയി എന്നുള്ളത് സത്യം. നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യം പറയട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ ഈ ഇറങ്ങി വരുന്നത് മുഴുവനും അണ്ണാക്ക് തുടങ്ങാൻ വീണ പണി സുന്നി പ്രഭാഷകരെ അവസാനിപ്പിക്കണം. നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ നിന്നാൽ ലോകം തിരിച്ചു വരേണ്ടി വരും. ആദ്യം പ്രശ്നം പരിഹരിക്കണം, എന്നിട്ട് യോജിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കൂല. നിങ്ങൾക്കറിയോ, ഒറീസയിൽ ആസ്ട്രേലിയക്കാരനായ ഗ്രഹാം സ്റ്റൈൻ എന്ന ഒരു മിഷണറിയെ ഒറീസയിലെ വർഗീയവാദികൾ ജീപ്പിലിട്ട് ചുട്ടു. ഒരു ബിഫോർ 10 years ഓർ 15 years ഓർമ്മ ഉണ്ടാവോ നിങ്ങൾക്ക്? ഗ്രഹാം സ്റ്റൈൻ എന്ന ഒരു മിഷണറി വന്ന് എന്താ പറയുക, ഓസ്ട്രേലിയക്കാരനായ മിഷണറിയെ വർഗീയവാദികൾ ആ ജീപ്പിലിട്ട് ചുട്ടു. അതിന് ചോദിക്കാൻ വേണ്ടി വന്നത്, ഇന്ത്യയിലേക്ക് ചോദിക്കാൻ വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ്. എന്തേ? ഒരു മതത്തിന് ചോദിക്കാൻ പറയാൻ ആളുണ്ട്. ഇത് ബർമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾ എത്രയാ! ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങളുടെ ഗർഭത്തിൽ നിന്ന് വയറ് പുലർത്തി കുട്ടിയെ എടുക്കുന്നു. ജീവനോടെ കുട്ടിയെ ചവിട്ടി കൊല്ലുന്നു. മനുഷ്യനെ കസേരയിൽ ഇരുത്തിയിട്ട് അവന്റെ തല കറത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ഇവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. കാമ എന്ന് പറയാന് ഹിജാസ് ഭരിക്കുന്നവർക്ക് പോലും ആവുന്നില്ല. എന്തുകൊണ്ട് ആവുകയില്ല? എന്തുകൊണ്ട്? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കിയിൽ നിന്ന് പിടിച്ചെടുത്ത രാജ്യങ്ങളെ അപ്പകഷ്ണമായി കൊടുത്തതിന് രാഷ്ട്രീയ സംവിധാനം നടത്തിയതാണ് ഇന്നത്തെ മുസ്ലിം രാജ്യങ്ങൾ. അവർ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പാവകൾ തന്നെ. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ നിങ്ങൾ അവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കിയിട്ട് അവരെ പിൻപറ്റുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക. മുസഹഫ് പരിഭാഷപ്പെടുത്തിയിട്ട് നാടാകെ എത്തിക്കുക എന്നതല്ല മഹത്വം. മുസഹഫിന്റെ ഉള്ളിലുള്ളത് ഉൾക്കൊള്ളുക എന്നതാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി മുസഹഫ് പരിഭാഷപ്പെടുത്തി നാടുകളിൽ എത്തിക്കുക, എന്നിട്ട് വരുത്തി തീർക്കുക ഞാനാണ് ഖുർആന്റെ ആള്. സത്യത്തിൽ ഇതിന്റെ ഉള്ളിലുള്ളത് ആ കൗമുമായി ഒരു ബന്ധം ഇല്ലാതാവുക.
ഇത് മുത്തുനബി ചെയ്തതല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ പരിഭാഷ പോയിട്ട് ഖുർആന്റെ ഒരു കോപ്പി തുന്നിക്കെട്ടി മുത്തുനബി ഉണ്ടാക്കി കൊടുത്ത് പോയിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഇതിന്റെ വസ്തുതയെ തിരിച്ചറിയണം. ഞാൻ ഇപ്പോൾ പറയട്ടെ, നിലവിലുള്ള ഇഷ്യൂ, ഇന്ന് നിലവിലുള്ള ഇഷ്യൂ, സിറിയ തകർന്നു, തുർക്കി അടുത്ത് തകരും, തുർക്കിയെ തകർക്കും, ഉറപ്പ്. അത് 2017 തകർക്കോ 18 തകർക്കുമെന്നൊന്നും എനിക്കറിയില്ല. തുർക്കി എന്ന രാജ്യമില്ലാതെയാവും. തുർക്കിയെ റഷ്യ പിടിച്ചടക്കും, ഏകദേശ ഭാഗം എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്, അനങ്ങാൻ കഴിയില്ല. യൂറോപ്പിൽപ്പെട്ട രാജ്യമാണ് തുർക്കി. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ തുർക്കിയെ ചേർത്തില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ കഴിഞ്ഞ വർഷം പറഞ്ഞത് 3000 വരെ നിങ്ങൾ കാത്തിരുന്നാലും നിങ്ങളെ യൂറോപ്യൻ യൂണിയനിൽ എടുക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളെ നിലനിർത്താൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. നെഞ്ചിന്റെ ഉള്ളിൽ ഈമാന്റെ ചൂടുണ്ടെങ്കിൽ ചിന്തിച്ചോ. ഇതിന്റെ ഒരു ഉദാഹരണം തുർക്കിയാണ്. ഇമാമുൽ മഹ്ദി അൽ മഹ്ദിയുൽ മുൻതളർ റളിയല്ലാഹു അൻഹു മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെയും മൂലയിൽ ഇരുന്നിട്ട് ബൈഅത്ത് സ്വീകരിക്കും. ആദ്യം മദീനക്കാർ ബൈഅത്ത് ചെയ്യും, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ഷാമികൾ. പിന്നെ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, തുർക്കിയിലേക്ക് പുറപ്പെടും. തുർക്കി തിരിച്ചു പിടിക്കാൻ, തുർക്കി പിടിച്ചടക്കാൻ പോകും. തുർക്കി പിടിച്ചടക്കാൻ പോവുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തുർക്കി ഇപ്പോൾ നമ്മുടെ, നിങ്ങൾ ഇവിടെ ഇല്ലേ, നിങ്ങൾ സ്ഥലത്തില്ലേ, മനസ്സിലായില്ലേ? തുർക്കിയുടെ ഭരണാധികാരി ആരാ? ത്വയ്യിബ് ഉർദുഗാൻ. തുർക്കി ഇപ്പോൾ നമ്മുടെ, പറ, തുർക്കി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണല്ലോ. പിന്നെ അപ്പൊ എന്തായാലും കാര്യം അന്യദിനപ്പെടും, നഷ്ടപ്പെടും. അതിന്റെയും ചില അടിസ്ഥാന ചരിത്രം കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇനി നിലവിലുള്ള ഇഷ്യൂവിന്റെ അടിസ്ഥാനം പറയാം. എന്തതിന്റെ അടിസ്ഥാനം? തുർക്കിയിലെ ഭരണകൂടത്തിനെതിരെ ബൂ അസീസി എന്ന ഒരു ചെറുപ്പക്കാരൻ, ടുണീഷ്യയിലെ ഭരണകൂടത്തിനെതിരെ ബൂ അസീസി എന്ന ചെറുപ്പക്കാരൻ ഒരു മിന്നൽ സമരം നടത്തി. അദ്ദേഹം ഒരു പഴക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് നികുതി അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പോലീസ് പിടികൂടി. അപ്പോൾ കന്നാസിൽ കൊണ്ടുവന്ന് 2010 ഡിസംബർ 17 നിലവിലുള്ള പ്രശ്നം കേൾക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാര്യം മനസ്സിലാക്കി. ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ ബേസാണ് പറയുന്നത്. 2010 ഡിസംബർ 17 ടുണീഷ്യയിലെ ഭരണകൂടത്തിനെതിരെ ബൂ അസീസി എന്ന ചെറുപ്പക്കാരൻ ഒരു കന്നാസിൽ പെട്രോൾ കൊണ്ടുവന്ന് രാവിലെ 10:30 മണിക്ക് തലേ കൂടെ ഒഴിച്ചിട്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തപ്പോൾ ടുണീഷ്യയിലെ സർക്കാരിനെതിരെ ജമാഅത്തെ ഇസ്ലാമി കലാപ പ്രഖ്യാപനം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ടുണീഷ്യൻ വെർഷനാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ. ഏതുപോലെ മിസ്ർ, ടുണീഷ്യ, മൊറോക്കോ, ഈ രാജ്യങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടുക ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിലാണ്. നിങ്ങൾക്ക് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അത് നടന്നത് 2010 ഡിസംബർ 17 അത് കഴിഞ്ഞ് ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ 2011 ജനുവരി 28 തുർക്കിയിൽ അലി അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് കലാപം കത്തിപ്പടർന്നു. മിസ്റിൽ ഇത് ആവർത്തിച്ചു, ലിബിയയിൽ ആവർത്തിച്ചു, ടുണീഷ്യ കത്തിപ്പടർന്നു, തരിപ്പണമായി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇതിനു വേണ്ടി അനവധി പുസ്തകം ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചു.
പ്രബോധനം വിശേഷാൽ പതിപ്പ് ഉണ്ടാക്കി ഇറക്കി. എന്തിനു വേണ്ടി? മുല്ലപ്പൂ വിപ്ലവം. മുല്ലപ്പൂ വിപ്ലവം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ പെരുമ്പറയടിച്ചു. ഡസൻ കണക്കിന് പുസ്തകം IPH പ്രസിദ്ധീകരിച്ചു ഈ കലാപത്തിന് പിന്തുണ കൊടുത്ത്. ഇന്ന് അത് പറയുന്നവർക്ക് പറയുന്നത് പോലും അവർക്ക് മടിയായിരുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ കാര്യം തിരിഞ്ഞു. ഈ കലാപത്തിന്റെ പിന്നിൽ ജൂതന്മാരായിരുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നേതാക്കന്മാർ ഇതിനെ എതിർത്തു. സിറിയയിൽ റമളാനുൽ ബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തീവ്രവാദികൾ പിറ്റേ വർഷം 2011 തന്നെ ബോംബിട്ട് കൊന്നു. അദ്ദേഹം ഷാഫിഈയായിരുന്നു, അശ്അരിയായിരുന്നു, മഹാസുന്നിയായിരുന്നു. അദ്ദേഹത്തിന്റെ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ആ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്, ഭരണാധികാരികൾക്കെതിരെ സായുധ വിപ്ലവം നടത്താൻ പാടില്ല. ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അപ്പോസ്തലനായ യൂസുഫുൽ ഖർളാവി ഭീരു എന്ന് പറഞ്ഞ് റമളാനുൽ ബൂത്തിയെ കളിയാക്കി. സുന്നികൾ ഭീരുക്കൾ. ജമാഅത്തെ ഇസ്ലാമി ലോകമാകെ, കേരളത്തിൽ മാധ്യമം അതിനുവേണ്ടി പെരുമ്പറയടിച്ചു. പ്രബോധനം വിശേഷാൽ പതിപ്പിറക്കി. IPH ഡസൻ കണക്കിന് പുസ്തകങ്ങൾ ഇറക്കി. ശരി, ഇന്ന് ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ജിഹാദിന് കൊടുത്ത വ്യാഖ്യാനം? സായുധ വിപ്ലവം. പബ്ലിക് എങ്ങനെ സായുധ വിപ്ലവം എടുക്കുക? പബ്ലിക് എങ്ങനെ സായുധ വിപ്ലവം ചെയ്യുന്നതിനെ പിന്തുണക്കുക? മുത്ത് മുഹമ്മദ് മുസ്തഫ ഹജ്ജ് ചെയ്യാൻ, ജംറ എറിയാൻ വേണ്ടി ഹബീബായ നബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബി വന്ന് നബിയോട്, മുത്ത് നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയെ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? ഫസക്കത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിണ്ടിയില്ല. ഏറ്റവും വലിയ ജിഹാദ് എന്താണ് എന്ന് ചോദിച്ചു, മിണ്ടിയില്ല. ചിന്തിക്ക. രണ്ടാമത്തെ ജംറ എറിയാൻ പോയപ്പോഴും ഇയാൾ തന്നെ വന്നു നബിയോട് ചോദിച്ചു, അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ ജിഹാദ് ഏതാണ് നബിയെ? ഫസക്കത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുജിബുഹു, മറുപടി പറഞ്ഞില്ല മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ജംറ എറിയാൻ പോയപ്പോഴും ഈ സ്വഹാബി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്, ഒന്നും പറഞ്ഞില്ല. പിന്നെ ജംറകൾ എറിഞ്ഞു കഴിഞ്ഞു, ദുആയൊക്കെ കഴിഞ്ഞു. ഒട്ടകത്തിനെ നിർത്തിയ ഭാഗത്തേക്ക് വന്നു. ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി വന്നപ്പോൾ ഒട്ടകത്തിന്റെ കാൽച്ചുവട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നബി ഇങ്ങനെ ചോദിച്ചു, മനിസായിൽ, ചോദിച്ചാൾ എവിടെ? അപ്പോൾ ആരോ ഉന്തിത്തള്ളി അയാളെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചോദിച്ചു, സഅൽതനി അയ്യുൽ ജിഹാദി അഫ്ളൽ, ഏറ്റവും വലിയ സമരം ഏതാണെന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? فقال النبي صلى الله عليه وسلم كلمة حق لا بالسيف ولا باليد ولا بالعصا, ബടിയൊണ്ടല്ല, കല്ലുകൊണ്ടല്ല, പറ, വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല. കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി നേര് പറയുക. പബ്ലിക് ആയുധമെടുപ്പിച്ചത് ആരാ? തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത് ആരാ? തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ സലഫിസം, മൗദൂദിസം അല്ലാതെ. സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈറ്റില്ലവും പൂറ്റില്ലവുമായ ശാന്തപുരത്തെ തറവാട്ട് കെട്ടിടത്തിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് റഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത്. നിങ്ങൾ കാണത്തമുണ്ടെങ്കിൽ മറുപടി പറയുക. ജമാഅത്തെ ഇസ്ലാമിക്കാരാ?
മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ സിറിയൻ കലാപം ഉണ്ടാക്കരുത്, ഇത് കുഴപ്പമാണ്, നാട് തകരും, മുസ്ലിം ലോകം തകരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പണ്ഡിതന്മാർ, സുന്നി ആലിമീങ്ങളെ, കൂപമണ്ടൂകങ്ങൾ, വിവരമില്ലാത്തവർ, യാഥാസ്ഥികന്മാർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പെരുമ്പറയടിച്ച ഈ നേതാക്കന്മാർ എവിടെ പോയി? നിങ്ങളെ യൂസുഫുൽ ഖർലാവി, അയാൾ പൊടി പോലും കാണാനില്ല. ഇപ്പോൾ അയാൾക്ക് സിനിമ ഉണ്ടാക്കുന്ന തിരക്കാണ്. എല്ലാ പ്രശ്നം ഉണ്ടാക്കാം, നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ട് എല്ലാം കൂടി പരിഹരിക്കാം, പ്രശ്നം പിറ്റിന്ന് മുന്നിങ്ങോട്ടൊക്കെ നടക്കണ കാര്യമല്ല. അതുകൊണ്ട് ജനനേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അഭിപ്രായം പറയാം, എനിക്ക് ഒരാരും അമ്മിന്റെ ചൂട്ടിൽ വാരി വെച്ച് നടക്കുന്ന ആളല്ല റഹ്മത്തുള്ള. ജനനേതാക്കൾ ആദ്യം വിഷയം ചർച്ച ചെയ്ത് പഠിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ യഥാർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നാൽ മുസ്ലിംസ് ലോകം ഇതിനേക്കാൾ വലിയ തകർച്ച തകരും. സാക്കിർ നായിക്ക്, എം അക്ബർ പോലെയുള്ള ആളുകളെ UAPA പറഞ്ഞും മറ്റും സർക്കാർ ദ്രോഹിക്കുക എന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ജനാധിപത്യ രാജ്യത്തെ പ്രബോധനത്തിനുള്ള സമ്മതമുണ്ട്. ഇത് ഇവിടുത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അല്ലാതെ നിർദ്ദേശക തത്വമല്ല. ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്ത്? രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൗലികതയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മതം അനുസരിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള അവകാശം വളരെ മൗലികവും മർമ്മവുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിന്തിക്കേണ്ടത് പ്രബോധനത്തിനൊരു ബേസ്മെന്റ് ഉണ്ട്. അത് അസ്ഹാബു റസൂലില്ല. ചിന്തിക്കണം, വളരെ ചിന്തിക്കില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനും ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ നാടാകെ അന്യ സമുദായക്കാരെ അവഹേളിക്കുന്ന സ്നേഹ സംവാദത്തിന് എന്താണ് തെളിവ്? നിങ്ങളെക്കാൾ ഈ വിഷയം പഠിച്ച ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. ഉള്ളതൊക്കെ പറയണല്ലോ, പറഞ്ഞൂടെ? ഈ മനുഷ്യനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ ഈ വിഷയം മുഖാറത്തുൽ അദ്യാനിൽ മത താരതമ്യ പഠനത്തിൽ ഇത്ര ജീനിയസ് ആയ ഒരാൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. എന്താ ഇന്നീ മനുഷ്യൻ ചെയ്തത്? ഈ മനുഷ്യൻ മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി സമുദായത്തെ അവഹേളിക്കുന്നവരുടെ പൊസിഷനിൽ വന്ന് അതിനെ അമർച്ച ചെയ്തു. രണ്ടാമതൊരു പണിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നാടാകെ അന്യ സമുദായക്കാരുടെ സിംബലുകളോ ആചാരങ്ങളോ അവരുടെ മതചിഹ്നങ്ങളെയോ നിസ്സാരപ്പെടുത്തിയിട്ട് അവർക്കെതിരെ അവരുടെ വിടാതെ പിന്തുടരുന്ന ഒരു സമ്പ്രദായം മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിക്കില്ല. ഇതിനേക്കാൾ എത്രയോ ആഴമുള്ള മഹാവിജ്ഞാനിയായിരുന്നു ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. അല്ലാഹുവിற்கு മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അനവധി മതങ്ങളും സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ചെയ്യുക വഴി ഉണ്ടായിത്തീരുക മുസ്ലിം സമുദായത്തിന് വലിയ പ്രയാസങ്ങൾ പിന്നീട് സംഭവിക്കും. നമ്മൾ ചിന്തിക്കണം. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? സ്വഹാബത്ത് അന്യ സമുദായക്കാരോട് വെല്ലുവിളി നടത്തിയിട്ടില്ല. എന്നാൽ ഈ സമുദായത്തെ എന്തെങ്കിലും ചെയ്ത് ഇമ്പാച്ചി കാണിക്കുന്നവരെ മര്യാദക്ക് വിട്ടിട്ടുമില്ല. എന്താ സ്വഹാബത്ത് ചെയ്തത്? സ്വഹാബത്ത് സാത്വികരായ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദീൻ യഥാർത്ഥ ശുദ്ധമായ നിലക്ക് സത്യദീൻ പഠിച്ച മഹാന്മാര് ശുദ്ധരായി ജീവിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നു. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രബോധകൻ. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു വെല്ലുവിളി നടത്തിയിട്ട് അന്യ സമുദായക്കാരുടെ പിന്നിൽ അവരുടെ സിംബലുകളെ കൊച്ചാക്കുന്ന രീതി ഖാജ ചെയ്തിട്ടില്ല. ഖാജ ചെയ്തത് ശുദ്ധമായി ജീവിച്ചു. അപ്പോൾ 90 ലക്ഷം ആളുകളാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. ആരുടെ കാലത്ത്? മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. പിന്നീടും ഇവിടെ പ്രബോധകന്മാർ വന്നിട്ടുണ്ട്. മുജദ്ദിദ് ആയിരുന്നു മഹാനായ മൗലദ് ദബീല ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മംബുറമി.
നമ്മൾ ഇന്ന് വന്നിട്ട് ഇന്നലത്തെ മറക്കരുത്. ഇന്നലെ നടന്നതനുസരിച്ച് നടക്കലാണ് സിറാത്തുല്ലദീന. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് വലിയ മതം തന്നെയാണ്. ആരെങ്കിലും ഏൽക്കാൻ വന്ന വിടൂല, പിന്നാലെ കൂടി തല്ലുന്ന പരിപാടിയില്ല. ഇത് വല്ലാത്തൊരു മതമാണ്. ചിന്തിക്ക. കാക്കക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. മഹാനായ മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിൽ മംബുറമി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സഹകാരിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഏത് കാര്യങ്ങളും നിശ്ചയിച്ചിരുന്ന ഒരാൾ കോന്തുനായരായിരുന്നു. എല്ലാ കാര്യത്തിന്റെയും ഒരു അംശം കോന്തുനായരാണ് തീരുമാനിക്കുക. എന്തിന്? മലബാറിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഉത്സവം കളിയാട്ടുമുക്ക് ഉത്സവമാണ്. ഉത്സവത്തിന് ദിവസം നിശ്ചയിച്ചു കൊടുത്തിരുന്നത് മഹാനായ മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിൽ മംബുറമി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ചിന്തിക്കുക. ആ ഒരു സ്നേഹമസൃണമായ പെരുമാറ്റം കൊണ്ട് അനവധി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തേക്ക് കടന്നു വന്നു. ഇതാണ് പ്രബോധനത്തിന്റെ രീതി. ആ പ്രബോധനം എന്നും 100 മാർക്കായിരിക്കും. ആ പ്രബോധനത്തിന് നമ്മൾ നല്ലവരായി ജീവിക്കുക. ഒഴുകി വന്നു. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ഈഴവനായ ചോയിയായിരുന്നു. ചോയും മഹാനായ വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹിം തമ്മിൽ വല്ലാത്ത സുദൃഢമായ ബന്ധമായിരുന്നു. ചോയിക്ക് അമ്പലം ഉണ്ടാക്കാൻ 3 ഏക്കർ ഭൂമി കൊടുത്തത് സാക്ഷാൽ വെളിയങ്കോട് ഉമർ ഖാളിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അവർ അതിന് ചോയിന്റെ അമ്പലം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. കാക്കത്തറ തറവാട്ടിലെ ഭൂമി അത് കൊടുത്തു ചോയ്ക്ക്. അതിന്റെ ബാക്കിലാണ് കാക്കത്തറ തറവാട്. വെളിയങ്കോട് ഇപ്പോൾ പോയി പരിശോധിച്ചാൽ അറിയാം. ഞാൻ തറവാട്ട് പോയി പഠിച്ചതാണ്, വെറുതെ പറയല്ല. തറവാട്ട് പോയി പഠിച്ചതാണ്. ഞാൻ ആ തറവാട്ടിൽ പോയി പഠിച്ചതാണ്. അതായത് ഹൈവേയുടെ നേരെ ഓരത്ത് 3 ഏക്കർ ഭൂമി ആര് കൊടുത്ത്? ആര് കൊടുത്തു? ഉമർ ഖാളി തങ്ങൾ. അതിന്റെ നേരെ ബാക്കിലാണ് കാക്കത്തറ തറവാട് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇന്ന് വിറ്റാൽ സെന്റിന് ലക്ഷങ്ങൾ കിട്ടുന്ന ഭൂമി ആരുടെ കയ്യിൽ? ഈഴവരുടെ കയ്യിൽ. ആര് കൊടുത്തു? ഉമർ ഖാളി കൊടുത്തു. ചിന്തിക്കും. ആ മഹാൻ തന്നെയാണ് سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما എന്ന് പാടിയപ്പോൾ റൗളയുടെ ഇരുമ്പു ചങ്ങല പൊട്ടിപ്പോയി. സ്നേഹത്തിന്റെ പട്ടുനൂൽ തീർത്ത എത്ര ആളുകൾക്ക് പിന്നെ കലിമ ചൊല്ലിക്കൊടുത്തു. ومن أحسن قولا ممن دعا إلى الله وعمل صالحا. ഏറ്റവും വലിയ ദഅവത്ത് സ്വന്തം നന്നാവല. 90 ലക്ഷം ആളുകളെയാണ് ഹാജ കാരണം നന്നായത്. ആര്? അരയിൽ കൃപാണ് തൂക്കി നടക്കുന്നവർ. അരയിൽ നിർത്താൻ ചോര പൊട്ടിക്കാതെ തിരിച്ചു വെക്കൂല രജപുത്രന്മാർ. അവരിലേറിയ കൂറ് 90 ലക്ഷമാണ് ഹാജയുടെ അടുത്ത് വന്നിട്ട് വാദപ്രയോഗം നടത്തിയല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചിറും തിരമാലകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. കുറഞ്ഞ ആളുകളെ വന്നിട്ടുള്ളൂ എന്ന് കുമാരനാശാൻ. പിന്നെന്തേ ഒഴുകിയിട്ട് വന്നു. സ്വാലിഹീങ്ങളെ ജീവിതം കണ്ടപ്പോൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലടത്ത് ക്ഷേത്രം ഇപ്പുറത്ത്, പള്ളി അപ്പുറത്ത്. ഉത്സവം നടക്കുമ്പോൾ മുട്ടിപ്പോണം. ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം മുട്ടിയിട്ട് പോകും പള്ളിയുടെ മുന്നിലൂടെ. മുസ്ലിമീങ്ങൾ അണിനിരന്നു. പള്ളിയുടെ മുന്നിലൂടെ മുട്ടി ഘോഷയാത്ര നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ കൂടിയ ഹിന്ദു യുവാക്കൾ പറഞ്ഞു, എന്നാ മുട്ടനെയും എന്നാ അതൊന്ന് കാണണം. പ്രശ്നമുണ്ടായി. 2 കൂട്ടർ പള്ളിയിൽ ഒരുമിച്ചുകൂടി. ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടി, മറ്റൊരു അമ്പലത്തിൽ ഒരുമിച്ചുകൂടി.
മഗ്രിബോടുകൂടെ ആയിരക്കണക്കായ ആളുകൾ നല്ലട ചോദിക്കുക. ആ നാട്ടുകാരനാണ് MC മൈൻ ഹാജി, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകരിൽ ഒരാൾ, അല്ലെങ്കിൽ കേരളത്തിലെ സമുദായ രാഷ്ട്രീയത്തിന്റെ വേദികളിൽ ഒരാൾ. MC മൈൻ ഹാജിയുടെ നാട്ടിൽ അപ്പുറത്ത് ക്ഷേത്രം, ഇപ്പുറത്ത് പള്ളി. മുട്ടിപ്പോകാൻ പറ്റില്ല. മുട്ടിയാൽ ഞങ്ങൾ എതിരിടും. പള്ളിയുടെ മുന്നിൽ മുട്ടിപ്പോകാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങൾ മുട്ടും. ഞങ്ങൾ മുട്ടി തന്നെ ഘോഷയാത്ര പോകും എന്ന് ഹിന്ദുക്കൾ. എവിടുന്നോ ഒരു പഴയ അംബാസഡർ കാറിൽ ബാഫക്ക് തങ്ങൾ വന്നിറങ്ങി. തങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ജലാലൈനെ ഓടിയിട്ടുണ്ട്, മിഷ്കാത്ത് ഓടിയിട്ടുണ്ട്, ഏകദേശം ആയത്തിന്റെ മാനിയും തഫ്സീറൊക്കെ നോക്കിയിട്ടുണ്ട്, മിഷ്കാത്തിലെ ഹദീസ് നോക്കിയിട്ടുണ്ട്. പള്ളിന്റെ മുന്നിലൂടെ അന്യ സമുദായക്കാർക്ക് മുട്ടിപ്പോകാൻ പാടില്ല എന്നൊരായത്തും ഹദീസും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്ന ഉസ്താദന്മാരെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എല്ലാ ഉസ്താദന്മാരും പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് നമ്മളും കണ്ടിട്ടില്ല. പിന്നെ അള്ളാഹു റസൂലിനും വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു കടലാസിൻ്റെ എടുക്കുന്നുണ്ട്. കടലാസ് എടുത്തിട്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഞങ്ങളെ സഹോദര സമുദായമാണ്, നമ്മൾ ആയിരക്കണക്കായ കൊല്ലം സൗഹൃദമാണ്, നിങ്ങളെ ആഘോഷത്തിന് ഞങ്ങൾ വില വെക്കുന്നു. ഞങ്ങളുടെ പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോയാലാണ് നിങ്ങളുടെ ആഘോഷം പൂർണ്ണമാകുന്നതെങ്കിൽ മുട്ടിപ്പോകാൻ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതം നൽകിയിരിക്കുന്നു എന്ന് സാധുവായ സയ്യിദ് റഹ്മാൻ ബാഫക്ക്. ഇത് ക്ഷേത്രത്തിലെ തന്ത്രിക്ക് കിട്ടി. ക്ഷേത്ര കമ്മിറ്റി കൂടി അടുത്തൊരു കടലാസ് ഇങ്ങോട്ട് കൊടുത്തയച്ചു. തങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇക്കൊല്ലം ഘോഷയാത്ര തന്നെ ഇല്ല. ഇതിന് സിറാത്തുല്ലദീന നമുക്ക് തോന്നിയത് കുതിര വിടലിനല്ല, ഇസ്ലാമത പ്രബോധനം എന്നറിയാം. ഇവിടെ ഒരു വഴിയുണ്ട്. അല്ലെങ്കിലും തോന്നിയത് കളിക്കലല്ല. ദീന് ഇതിന് വേണം. വദാഇയൻ ഇലല്ലാഹി വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. ഓതാൻ സുഖല്ല, എഴുതാനും സുഖല്ല, അർത്ഥം പറയാനും സുഖല്ല. ആ പദം ഇവിടെ നിന്ന് മാറ്റിയെങ്കിൽ ഉഷാറായി എന്ന് തോന്നാറുണ്ട്. പക്ഷെ കൂട്ടിക്കെട്ടി അവിടെയാണ് അതിന്റെ മർമ്മം കിടക്കുന്നത്. മനസ്സിലായില്ല? എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഈ ആയത്തോടുമ്പോ ഇതിനെ ഈ ഒരു കട തോന്നും. അതിനിടയിൽ ഒരു ജാറുമജൂർ, അതിന്റെ അപ്പുറത്തൊരു റമീർ, എല്ലാം കൂടി ആയിട്ടായിട്ട് കൂട്ടുന്നു. പക്ഷെ അവിടെയാണ് അതിന്റെ മർമ്മം. وداعيا إلى الله بإذنه وسراجا منيرا. ചിന്തിക്ക. സുന്നി പ്രബോധകരെ കൊണ്ട് ഒരു കുഴപ്പം ചരിത്രത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. വഹാബി ജമാഅത്തുകാര് പ്രബോധനത്തിലെങ്കിലും ഞങ്ങളെ അവലംബിക്കണം, അല്ലാതെ ഈ ഐക്യം പൂർണ്ണമാവുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പരിഹരിക്കാൻ കഴിയില്ല. സുന്നി പ്രബോധനമാണ് പ്രബോധനം. വാളായ വാളിന് മുഴുവനും കോഴിമുട്ടയും വാഴക്കൊലയും ലേലം ചെയ്യും. ആര്? വാള് പറയാം മോലേര് ആയത്ത് ഹദീസ് ഓടിയിട്ട് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞ് വാള് കേൾക്കും. അതിന് ലേലം വിളിക്കാൻ അപ്പുറത്ത് യശോദയുടെ മുട്ടുന്ന 10 കോഴിമുട്ട, അച്യുതന്റെ പോലെ 4 വാഴക്കായി. എന്തോല്ലേ പറയണ്ടോല്ലേ? ഇതല്ലേ ഇസ്ലാമിക പ്രബോധനം? മദ്രസ അടിച്ചു വാരിയിരുന്നത് അടുത്ത വീട്ടിലെ ഹിന്ദു പെണ്ണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എത്രയോ മദ്രസ ഇന്നലകളിലുള്ള ചരിത്രം എന്താ? മദ്രസ പൂട്ടിയിട്ട് താക്കോൽ അടുത്ത ഹിന്ദു വീട്ടിൽ കൊടുക്കും. അവിടുത്തെ പെണ്ണ് രാവിലെ അവരെ മുറ്റമടിച്ചു കഴിഞ്ഞാൽ മദ്രസയുടെ മുറ്റടിക്കും. മദ്രസയുടെ മുറ്റം ഹിന്ദുവായ പെണ്ണ് അടിച്ചിടും. 100 കണക്കിന് മദ്രസകൾക്ക് ഈ ചരിത്രമുണ്ട്. ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. മറക്കണ്ട. സാമ്പത്തിക പ്രയാസം കാരണം ഏതെങ്കിലും ഒരു കൊല്ലം നബിദിന യോഗം കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഹിന്ദു ചെറുപ്പക്കാർ വന്നിട്ട് പറയും, നമുക്കെല്ലാവർക്കും കൂടാ, എന്താണെങ്കിലും നബിദിനം മുടക്കരുത്. എന്തേ ഇല്ലേ? പറയല്ലേ? നിന്റെ നാട്ടിലുണ്ട്, എന്തേ ഇല്ലേ? പറഷ്ട എന്റെ നാട്ടിലില്ല. ഇതൊക്കെ നശിപ്പിച്ചത് എവിടേക്കാ പോണത്?
നമ്മളിങ്ങനെ മസിൽ പവർ വല്ല പവർ മാൾട്ടിന് പരസ്യത്തിന് നിൽക്കുമ്പോൾ അങ്ങനെ മസിൽ പവർ എന്ത് കാര്യം? അതൊരൊറ്റപ്പെടുത്തന്നേ ഉള്ളൂ. അത് ഒരു ഗ്യാസ് പോയാൽ കഴിഞ്ഞ്. അത് അപസ്കാര രോഗിയുടെ സ്വഭാവ. അതല്ല പ്രബോധനം. മുത്ത് മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് വാദപ്രവാദത്തിലെ കാളം കൊണ്ടല്ല വന്നത്, ഹുദ്നത്തും കൊണ്ടാണ്. ഐക്യം, സഹകരണം. ഞങ്ങൾ നിങ്ങളെ എതിർക്കാൻ വന്നല്ല. നിങ്ങളെ എതിർപ്പ് ഞങ്ങൾക്കുണ്ടാകരുത്. മനസ്സിലായോ? എന്നാൽ നെജ്റാനിൽ നിന്ന് പാത്രിയാർക്കിസ്മാർ തർക്കിക്കാൻ വേണ്ടി വന്നപ്പോൾ ആയിക്കോട്ടെ അപ്പൊ ഇരുന്നോടുത്തു. അപ്പോൾ അവരെ പൊട്ടിപ്പാളി സൗണ്ട് ചെയ്തു. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നെജ്റാനിൽ നിന്ന് പാത്രിയാർക്കിസ്മാർ ഇങ്ങോട്ട് ഇടാൻ വന്നു. ആയിക്കോട്ടെ, അപ്പൊ ഇരുന്നും കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. അതോടുകൂടെ അവരെ കഥ കഴിയും ചെയ്തു. ഇതല്ലേ ദീന്? ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇതിൽ നിന്ന് പുറകോട്ട് പോയാൽ പ്രബോധന രംഗം തകർന്നു പോയും. ഇന്ത്യ ലോകത്തെ ഏറ്റവും മതങ്ങളുള്ള രാജ്യം. 845 പ്രാദേശിക ഭാഷ ഉണ്ട് ഇന്ത്യയിൽ. 845 പ്രാദേശിക ഭാഷ ഇന്ത്യയിൽ. 845 പ്രാദേശിക ഭാഷ, 15 ഔദ്യോഗിക ഭാഷ ഇന്ത്യയിൽ. ലോകത്തെ അത്ഭുതമാണ് ഈ രാജ്യം. അതുകൊണ്ട് ഇവിടെ ഹാജ ചെയ്ത പണി പിന്നീട് ബഹുമാനപ്പെട്ട മൗലദ്ദവീല നിങ്ങൾക്കറിയോ കോഴിക്കോട്ട് ഒരു സ്ഥലമുണ്ട് വെള്ളയിൽ. എന്താണ് ഇതിന്റെ അസല്? വെള്ളയിൽ. എന്താ അസല്? വെള്ളയിൽ. കോഴിക്കോട്ടെ കടപ്പുറത്തൊരു സ്ഥലമുണ്ട് വെള്ളയിൽ. പാണക്കാട്ടെ കുട്ടികളെ വല്യാപ്പ കോഴിക്കോട്ട് കപ്പലിറങ്ങിയപ്പോൾ കടപ്പുറം മുതൽ കുറ്റിച്ചിറ തറവാട് വരെ, ജിഫിരി തറവാട് വരെ വെള്ള വിരിച്ച് കൊണ്ടുവരാൻ ഹിന്ദുവായ സാമൂതിരി രാജാവ് കൽപ്പിച്ചു. അവിടുന്നാണ് വെള്ള വിരിച്ച് കുറ്റിച്ചിറയിലേക്ക്. അന്ന് മുതൽ ആ നാട് വെള്ളയിൽ എന്നറിയപ്പെട്ടു. പാണക്കാട്ടെ കുട്ടികളെ വല്യാപ്പ ആരാ പൈസ ചെലവാക്കിയത്? ഹിന്ദുവായ സാമൂതിരി രാജാവ്. ഇതാണ് ഉത്തരവാദം. സാമൂതിരിയുടെ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പോകാത്ത ആളുകൾക്ക് പണിഷ്മെന്റ് ഇല്ല. ജുമാക്ക് പോയിട്ടില്ലെങ്കിൽ സാമൂതിരി ജയിലടക്കം പറയും. സാമൂതിരിയുടെ സ്റ്റേറ്റ്മെന്റ് കോഴിക്കോട് സെൻട്രൽ ലൈബ്രറിയിൽ ഒന്ന് കയറിയിട്ട് ജമാഅത്തുകാർ വഹാബികൾ ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കും. മസിൽ പവർ കൂട്ടുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ സെൻട്രൽ ലൈബ്രറിയിൽ ഉണ്ട്. ക്ഷേത്രത്തിൽ പോകാത്തവർക്ക് ഒരു പണിഷ്മെന്റും ഇല്ല. ജുമാക്ക് പോയിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും. ആരുടെ രാജ്യത്ത്? ആരുടെ രാജ്യത്ത്? സാമൂതിരി ഹിന്ദുവായ. അപ്പോൾ ജുമായോടുള്ള ബഹുമാനം ഇതല്ലേ പ്രബോധനം? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി 600 വരികളുള്ള നൂൽമദ്ഹ് എഴുതി മഹാനായ കുഞ്ഞായി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. 600 നൂൽമദ്ഹിന്റെ 600 വരി, മനോഹരമായ 600 വരി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി 600 വരികളുള്ള നൂൽമദ്ഹ് എഴുതി കുഞ്ഞായി മുസ്ലിയാർ. എന്നിട്ട് തന്റെ കൂട്ടുകാരനും സാമൂതിരി തിരുമനസിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മങ്ങാട്ടച്ചനെ വിളിച്ചു. നിങ്ങൾ മങ്ങാട്ടച്ചൻ എന്ന് വിചാരിച്ചാൽ എന്തേ? മങ്ങാട്ടൻ എന്താ റോഡ് കിടന്നുറങ്ങുന്ന ആളായിരുന്നു മങ്ങാട്ടച്ചൻ. അക്കാലത്ത് കുഞ്ഞായി മുസ്ലിയാർ മലബാറിലെ ഏറ്റവും വലിയ ആലിമും സൂഫിയുമാണ്. മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മങ്ങാട്ടച്ചനെ വിളിച്ചിട്ട് കേൾപ്പിച്ചു. മങ്ങാട്ടച്ചൻ ഇരിക്കപ്പൊറുതി ഉണ്ടായില്ല. ഇതിങ്ങനെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു. മുത്തുനബിയെ പറ്റി മധുര. മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ ദർബാറിലേക്ക് പോയി, പ്രഭോ, നമ്മളെ കുഞ്ഞായി പ്രവാചക പുഞ്ചവനെ പറ്റി ഒരു കവിത എഴുതി, നോം കേട്ടു, അത്ഭുതപ്പെട്ടു. അപ്പോൾ സാമൂതിരി തിരുമനസ് പറഞ്ഞു, എന്നാൽ കുഞ്ഞായനെ ഹാജരാക്കൂ, കുഞ്ഞായനോട് നമ്മുടെ ദർബാറിൽ ചൊല്ലിക്കേൾപ്പിക്കാൻ പറയൂ. 600 വരികളുള്ള നൂൽമദ്ഹ് കൊണ്ട് കുഞ്ഞായി മുസ്ലിയാർ വന്നിട്ട് സാമൂതിരി രാജാവിന്റെ ദർബാറിൽ ചൊല്ലിയപ്പോൾ ഡെസ്കിൽ അടിച്ച് ഹായ് 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 എന്ന് പറഞ്ഞ്
സാമൂദ് രാജാവ് തുള്ളിച്ചാടി. കേരളം മുഴുവനും ഇത് പ്രസിദ്ധീകരിക്കാൻ നാം നമ്മുടെ ഖജനാവിൽ പണം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആദ്യത്തെ മദ്ഹ് ഗീതമായ നൂൽ മദ്ഹ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെപ്പറ്റി കേരളത്തിൽ പ്രസിദ്ധീകരിച്ച് സാക്ഷാൽ 16 ദൈവത്തിന് കുമ്പിട്ടാലല്ലാതെ രാവിലെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങൂല. അങ്ങനത്തെ സാമൂതിരി രാജാവാണ്. ആ സാമൂതിരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഹിന്ദു വീട്ടിൽ, കോഴിക്കോട്ടെ കടപ്പുറത്തെ ഹിന്ദു വീട്ടിൽ 3 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 4ാമത്തെ ആൺകുട്ടിയെ മുസ്ലിമാക്കണം. ആരുടെ കൽപ്പന? പറ, ആരുടെ കൽപ്പന? ഇനി ഇതിലും വലിയ പ്രബോധനം എന്താ? കാരണം മുസ്ലിം അത്ര വലിയ മഹാന്മാരാണ് സാമൂതിരിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാ? ചിന്തിക്ക്. സെൻട്രൽ ലൈബ്രറിയിൽ ഉണ്ട് റെക്കോർഡ്, പോയി നോക്ക്. ഹിന്ദു വീട്ടിൽ അച്ഛൻ ഹിന്ദു, അമ്മ ഹിന്ദു, 3 ഒരു ഹിന്ദുവായ അച്ഛനും അമ്മക്കും 3 മക്കൾ ആൺകുട്ടികൾ ഉണ്ടായാൽ 4ാമത്തെ കുട്ടി ആണായി ജനിച്ചാൽ അതിനെ മുസ്ലിമാക്കണം. ഇങ്ങനെ മുസ്ലിം വീടുകളിൽ, ഹിന്ദു വീടുകളിൽ 4ാമതായി ജനിച്ച ആൺകുട്ടിയെ മുസ്ലിമാക്കി കലിമ ചെല്ലിപ്പിച്ചു. അവർ ഹിന്ദു വീട്ടിൽ മുസ്ലിം ആചാരപ്രകാരം താമസിച്ചു. അവർ പിന്നീട് കടപ്പുറത്ത് പുതു മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവരാണ് പുയിസ്ലാംമാര്. പുയിസ്ലാൻ അസ്ലുഹു പുതു മുസ്ലിം. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങളിവിടെ ഉണ്ടാ? പഠിക്ക്. കോട്ടയം മുതലാളിമാരെ മനോരമ മാത്രം ഇങ്ങനെ വെച്ച് നടന്നാ പോരാ, പഠിക്ക് ചരിത്രം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരാ കൽപ്പിച്ചത്? സാമൂതിരി. ഇതൊക്കെയല്ലേ ഇവിടുത്തെ ചരിത്രം? ഇതല്ലേ പ്രബോധനം? അങ്ങനെ അനവധി മുസ്ലിമീങ്ങൾ ഉണ്ടാക്കി. ആരുണ്ടാക്കി? പറ, ആരുണ്ടാക്കി? സാമൂതിരി. 2 വിഭാഗമാണ് കടപ്പുറത്ത്. ഒന്ന് അരയാന്മാര്, ഒന്ന് പുയിസ്ലാംമാര്. അരയാന്മാര് ഹിന്ദുക്കള്, പുയിസ്ലാംമാര് മുസ്ലിമീങ്ങൾ. 2 കൂട്ടരും ഒന്നാ, അസിലൊന്നാ. ഒക്കെ അരയാന്മാരായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറി. അതിനാണ് എന്ത് പുയിസ്ലാം എന്നറിയാം. കോഴിക്കോട്ടെ ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീന്റെ ഉപ്പയായ അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടന്നപ്പോഴത്തിന് 1000കണക്കായ ഹിന്ദുക്കൾ മുസ്ലിമായി. കോഴിക്കോട്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ ഹിന്ദുക്കൾ കയ്യും കെട്ടി സ്വീകരിച്ച് എല്ലാ നേർച്ചയും വഴിപാടും. അദ്ദേഹം മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മക്ബറകളിലേക്ക് നേർച്ച കൊടുത്തിരുന്നു വലിയൊരു ശതമാനം ഹിന്ദുക്കൾ. എന്നിട്ട് ആരാണ് ഈ മനുഷ്യൻ? അവരുടെ സമുദായത്തിലെ 1000കണക്കിന് ആളുകൾ ഈ മനുഷ്യനെ കണ്ട് മുസ്ലിമായിട്ടുണ്ട്. സത്യത്തിൽ അവർക്ക് ആള് കുറവായി, എന്നാലും അവർക്ക് ബഹുമാനം. കാരണം ഇത് അത്രയും വലിയ ആളാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. പ്രബോധനത്തിന്റെ ചരിത്രം മറന്നുപോയാൽ പ്രബോധനം വെറും കുതിരകളിയായി മാറും. നമുക്ക് എന്നും നെട്ടിച്ചാടാനേ പണി ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ബാഫക്കത്തങ്ങളും പോക്കോയത്തങ്ങളും ഷംസുലമയും കണ്ണിയത്തും അവരാണ് ഇവിടെ പ്രബോധനത്തിന്റെ ബേസ്മെന്റ്. അവരിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹു ഐക്യം നൽകട്ടെ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ മലയാളത്തിന്റെ ചരിത്രത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി ഏറ്റവും മനോഹരമായ കവിത എഴുതിയത് വള്ളത്തോളാണ്. ഞാൻ അവസാനിപ്പിക്കാം. കേട്ടോ കവിത? സ്വന്തം സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് നബിയെ വാഴ്ത്തുക. നമ്മൾ ചെയ്യോ? കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാം. വള്ളത്തോളം എഴുതിയ മുത്തുനബിയെ പറ്റി. മുത്ത് മുഹമ്മദ് മുസ്തഫ. കുറുമ്പും മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവശക്തനേകൻ. സ്വന്തം ആരാധനാ മൂർത്തികളെ കുറ്റം പറഞ്ഞിട്ട് വർണ്ണിക്കുക. ആരെ മുത്തുനബിയെ. ആരാ ചെയ്ത്? വള്ളത്തോൾ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിനുങ്ങിൻ ചെറുതാവും വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ.
ഇതൊക്കെയാവാം 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലക്കായി വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. ഞാൻ അവസാനിപ്പിക്കണം. ശ്രീനാരായണ ഗുരു ഏറ്റവും എഴുതിയ മനോഹരമായ കവിത മുത്തു മുഹമ്മദ് മുസ്തഫ. തലശ്ശേരിയിൽ ഒരു സൂഫി ഉണ്ടായിരുന്നു, ഇച്ചാമസ്താൻ. തലശ്ശേരിക്കാർ ശ്രീനാരായണ ഗുരുവിന് ഒരു സ്വീകരണം വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വരാം, ഇച്ചയെ എനിക്ക് കാണിച്ചു തരണം. മനസ്സിലായില്ല. തലശ്ശേരിയിലെ പ്രഗത്ഭനായ സൂഫിയായിരുന്നു ആര്? ഇച്ചാമസ്താൻ. അവര് നേരെ പോയിട്ട് തിരുവനന്തപുരത്ത് ക്ഷണിച്ചു. ആരെ? ശ്രീനാരായണ ഗുരുവിനെ തലശ്ശേരിക്കാർ സ്വീകരണത്തിന് ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് ആരെ കാണിച്ചു തരണം? ഇച്ചാമസ്താനെ കാണിച്ചു തരണം. ഇച്ചാമസ്താനെ കാണിച്ചു തരുക എന്ന നിലയ്ക്ക് വന്നു. ഇച്ചാമസ്താൻ വലിയ കറാമത്തുള്ള സൂഫിയായിരുന്നു. ഇച്ചാമസ്താനെ ആളുകൾ കൊണ്ടുവന്നു. ഇച്ചാമസ്താൻ വന്നപ്പോൾ ഇച്ചാമസ്താൻ എന്ത് ചെയ്തെന്നറിയോ? റോഡ് സൈഡിൽ നിന്ന് 4 മത്തി വാങ്ങി, ഓട്ടമുക്കാലിന് മത്തി വാങ്ങിയിട്ട് ഇങ്ങനെ ഈ മാലയിൽ കോർത്തു. ചെകിരി നാരെടുത്തിട്ട്, തെങ്ങിന്റെ നാരെടുത്തിട്ട് മത്തി വാങ്ങിയിട്ട് ഈ നാരിൽ കെട്ടി മാലയാക്കി. മാലയും പിടിച്ചുകൊണ്ട് വന്നു. ആരെ സ്വീകരിക്കാൻ? ശ്രീനാരായണ ഗുരുവിനെ സ്വീകരിക്കാൻ. ദേഷ്യം വരൂലേ കാണുന്നവർക്ക്? പക്ഷെ ഇത് വരുന്നതാരാ? മുസ്ലിമായ സൂഫി. ഇവർക്ക് പഥ്യമാണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. എന്ത്? ഇറച്ചിയും പറ്റൂല, മീനും പറ്റൂല. അങ്ങനത്തെ സമുദായത്തിന്റെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇച്ചാമസ്താനെ കൊണ്ടുവന്നപ്പോ ഇച്ചാമസ്താൻ എന്ത് പറഞ്ഞു? ഞാൻ വരുന്ന മാതിരി വരും. അപ്പോൾ ഓട്ടമുക്കാലിന് എന്ത് ചെയ്ത്? മത്തി വാങ്ങിയിട്ട് കോമ്പലയിൽ കോർത്ത് അതും പിടിച്ചു വന്നു. ആരും എതിർത്തില്ല. കാരണം ചെയ്യണതാരാ? ഇച്ചാമസ്താനല്ലേ. ഇച്ചാമസ്താൻ വലിയ ദൈവത്തിന്റെ ആളാ. അപ്പൊ എതിരാ ഒന്നും പറയാൻ പറ്റൂല. തലശ്ശേരിയിൽ ട്രെയിനിൽ വന്ന് ട്രെയിനിറങ്ങി ശ്രീനാരായണ ഗുരു നേരെ പോയിട്ട് മാല ഇട്ടുകൊടുത്തു. മാല കഴുത്തിൽ വീണപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പൂമാല കൈ പിടിച്ചിരുന്നത് മത്തിമാല. ശ്രീനാരായണ ഗുരുത്തിന്റെ കഴുത്തിലെത്തിയപ്പോൾ പൂമാല. എന്താ ചരിത്രമാണ്. ഈ ബന്ധമാണ് ഇവിടെ ഇസ്ലാമിനെ വളർത്തിയത്. ഇതൊക്കെ പഠിക്കാതെ നമ്മൾ കുറച്ചാളുകൾ തോന്നിയാസത്തിന് ഇറങ്ങിയാൽ സമുദായത്തിന് അതിന്റെ ദുർഗതി പേറേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിന്റെ അല്പഭാഗം മാത്രമാണ് പറഞ്ഞു, ഒരു ദിശ പറഞ്ഞു തരിക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഒന്നും എനിക്ക് ഉദ്ദേശമല്ല. മുസ്ലിം സമുദായത്തിന് എന്നും വെല്ലുവിളികൾ ഉണ്ടാവും. ഇന്നത്തെ വെല്ലുവിളികൾ വേജാറാവൊന്നും വേണ്ട. ഇതൊക്കെ ഇല്ലാതാവും. അള്ളാഹു തആല ആൺകുട്ടി വരും. ആൺകുട്ടി വരാനായിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആൺകുട്ടി വന്നേ തീരൂ. ആൺകുട്ടി വരും. ആൺകുട്ടി വന്നേ തീരൂ. ആൺകുട്ടി വന്നേ തീരൂ. ആൺകുട്ടി വരാനായിട്ടുണ്ട്. ആൺകുട്ടി വന്നിരിക്കും. ആൺകുട്ടി സുന്നിയാണ്. ആൺകുട്ടി സൂഫിയാണ്. ആൺകുട്ടിയുടെ കയ്യിൽ ഒരു സൂപ്പർ സോണിക് വിമാനമല്ല, ഒന്നുമില്ല. ആൺകുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങളെ മിഞ്ഞാന്ന് ഇവിടെ ഒരു പരിപാടിയാണെന്നല്ലോ. എന്ത്? അഥവാ ദിക്ർ അല്ലേ? പറ മിഞ്ഞാന്ന് ഇവിടെ ഒരു പരിപാടി നടന്നല്ലോ. എന്ത്? പാറിഷ്ടന്മാരെ മജ്‌ലിസ് അഥവാ ദിക്ർ അല്ലേ? പറ. ദിക്റും ദുആയും. മക്കയിൽ നിന്ന് ആൺകുട്ടി പുറപ്പെടുമ്പോഴത്തിന് യൂറോപ്പുകാർ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിട്ട് ഓടിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ റഷ്യയിലേക്ക് ഓടും പടിഞ്ഞാറുകാർ മക്കയെന്ന് പുറപ്പെടുമ്പോഴത്തിന്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ ഫമാ സിലാഹുഹു, അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരിക്കും? അപ്പോൾ പറഞ്ഞു, സിലാഹു തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീൽ വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പ്രബോധനം സുന്നികളെ ആശ്രയിക്കുക. സുന്നികളെ അവലംബിക്കാതെ പ്രബോധനം ഇല്ല. സുന്നികളിൽ നിന്ന് വ്യതിചരിച്ചാൽ പിന്നെ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഇസ്ലാമിനൊരു വളർച്ചയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയിലേക്ക് തിരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൂമി തിരിച്ചു കിട്ടും. ആരും ബേജാറാവണ്ട. ഈ നന്മയുടെ പൂങ്കാവനം ഇവിടെ നടന്നു പോട്ടെ. ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ലോകത്തെ ഏറ്റവും നല്ല ഒരു നാട്
ലോകത്തെ ഏറ്റവും നല്ല ഒരു നാട് ഇന്ത്യയാണ്. ഇപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കണോ ഇന്ത്യയിൽ എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു 25 രൂപ കൊടുത്തിട്ട് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങി ഒരു വെള്ളക്കടലാസിന്റെ മേലെ ഒട്ടിച്ചിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്, പ്രധാനമന്ത്രിയെ വിമർശിക്കുകയാണ്, കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്, SI അതുകൊണ്ട് നിങ്ങൾ 4 പോലീസുകാരെ അയച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേക ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ നേരത്തെ തന്നെ പോലീസുകാർ വന്ന് നിൽക്കും, മൈക്കന്റെ പരിസരത്ത് വന്ന് നിൽക്കും വിമർശിക്കാൻ. ആരെ വിമർശിക്കാൻ? പറ ആരെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാളെ രാവിലെ വിമർശിക്കാൻ ആർക്കും വിമർശിക്കാം, മാപ്പിളക്ക് വിമർശിക്കാം, ക്രിസ്ത്യാനിക്ക് വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. 25 രൂപേന്റെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒരു വെള്ളക്കടലാസിൽ ഒട്ടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. എന്നിട്ടാ എന്തും പറയാം, പ്രധാനമന്ത്രിയെ പറയാം, അയാൾ അമ്മയെ പറയാം, അയാൾ അച്ഛനെ പറയാം, അയാൾ പെണ്ണ് കെട്ടിയത് പറയാം, പെണ്ണ് കെട്ടത് പറയാം, ഒക്കെ പറയാം. എന്നാൽ ചില മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള ഭരണാധികാരിയുടെ അമ്മായിന്റെ മോൻ കെട്ടിയിടത്തെ ഏതെങ്കിലും ഒരു പേരക്കുട്ടിയെ കുറ്റം പറഞ്ഞാൽ അടികട അങ്ങോട്ട് പോയാൽ പിന്നോട്ട് വരും. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ നാട് ഇന്ത്യയാണ്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് ഇന്ത്യയാണ്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കുക. ഈ കൊല്ലം മഹാനായ ഞാൻ അവസാനിപ്പിക്കുന്നു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് ഈ കഴിഞ്ഞ സഫർ മാസത്തിൽ ഞങ്ങൾ പാണക്കാട്ട് ഒരു യോഗം കൂടി. ഈ കൊല്ലത്തെ നമ്മുടെ റബീഉൽ അവ്വലിന്റെ പ്രമേയം എന്ത്? അപ്പോൾ തങ്ങൾ പറഞ്ഞു നമ്മുടെ പ്രമേയം ഹുബ്ബുൻ നബി ഹുബ്ബുൽ വതൻ. ഇല്ലേ? ആയിരക്കണക്കായ പ്രഭാഷണം നടത്തി സയ്യിദ് ഹൈദർ അലി ശിഹാബ്, അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇക്കൊല്ലത്തെ പ്രമേയം ഹുബ്ബുൻ നബി ഹുബ്ബുൽ വതൻ. ഞാൻ മെല്ലെ എണീറ്റ് ചോദിച്ചു തങ്ങളെ അതൊന്ന് മലയാളത്തിലാക്കിക്കൂടെ? അപ്പൊ തങ്ങൾ പറഞ്ഞു മലയാളത്തിലാക്കണ്ട, അങ്ങനെ തന്നെ മതി. ഹുബ്ബുൽ വതൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പറയും. ഞാൻ പറഞ്ഞു തങ്ങളെ അതൊന്ന് മാറ്റിയിട്ട് ആ പേരൊന്ന് മലയാളത്തിലാക്കാം. തങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഹുബ്ബുൻ നബി ഹുബ്ബുൽ വതൻ. അതാണ് അടിത്തറ. ആ അടിത്തറയിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതാണ് സമസ്ത. പന്ഥാവിലേക്ക് തിരിച്ചു വരിക, പറ്റിയതൊക്കെ പറ്റി ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്നതിന് റഹ്മത്തുള്ളാഹിന്റെ പ്രഭാഷണം ഒരെതിരുമല്ല. പക്ഷേ സൊല്യൂഷൻസിന്റെ മുമ്പ് ഇഷ്യൂസിന്റെ ബേസ് കാണണം. ഇഷ്യൂസ് അങ്ങനെ ഒരു കൂട്ടക്കാരുണ്ടാക്കുക, സൊല്യൂഷൻസ് ഇങ്ങനെ തേച്ചതാൽ അതിന് പിന്നെ ഒരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ തലയിൽ വെള്ളം പാർന്ന് ഒഴിച്ചുകൊണ്ടിരിക്കും. പിറ്റേന്ന് രാവിലെ ഉടുത്തതും കഴിച്ചിട്ട് അങ്ങനെ ഓടി നടക്കും എന്നല്ലാതെ ഭ്രാന്ത് മാറൂല. അതുകൊണ്ട് നെല്ലിക്ക വെള്ളം തലയെ കൂടി പാരുന്നതിന് മുമ്പ് ഈ ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചികിത്സിച്ചാൽ മാത്രമേ ചികിത്സയാകൂ. അള്ളാഹു നേരാൻ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തിരുവമ്പാടിയിൽ ആക്സിഡന്റ് സംഭവിച്ച് ഒരു സഹോദരൻ കോഴിക്കോട് ബേബി ഹോസ്പിറ്റൽ വളരെ സീരിയസ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. അള്ളാഹു 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 സമ്പൂർണ്ണമായ ശിഫ നൽകട്ടെ. ഒത്തൊരുമിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം പാണക്കാട് സയ്യിദ് കുടുംബവും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുമാണ് എന്ന് ഉൽപ്പതിഷ്ണു വിഭാഗവും മനസ്സിലാക്കി ആ നേതൃത്വം പറയുന്നതിനനുസരിച്ച് യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മുടെ വഴി. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും പാണക്കാട് സയ്യിദ് കുടുംബവും പറയുന്ന മാർഗത്തിൽ പോകാൻ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തയ്യാറായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ഐക്യം പൂർത്തിയാവും. വിശ്വാസത്തിലൊന്നും പൂർത്തിയാക്കേണ്ടതില്ല, അതൊക്കെ നിങ്ങൾ വൈക്കോളി, അതിൽ നമുക്ക് വിഷയമില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണം. സമസ്തയും പാണക്കാട് കുടുംബവും എന്താണോ പറയുന്ന നിലപാട്, ആ നിലപാടിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ സമുദായം വഷളാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.